കൂറ്റൻ പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ് ദുരന്തഭൂമിയായി മാറിയ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം സങ്കീർണം. ഇന്നലെ പുലർച്ചെയോടെ മുണ്ടക്കയിൽ തിരച്ചിലിനായി ദൗത്യസംഘം എത്തിയിരുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള ഏക പാലം ഒലിച്ചുപോയതോടെ തിരച്ചിലിനായി മണ്ണുമാന്തിയും മറ്റു യന്ത്രങ്ങളുമൊന്നും ഇല്ലാതെയായിരുന്നു അഗ്നിരക്ഷാസേനയും NDRF സംഘവും ഇന്നലെ രാവിലെ മുണ്ടക്കയിലെത്തിയത്. ചെളിക്കൂമ്പാരമായ മേഖലയിലെ തിരച്ചിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. വീടിനുള്ളിലും മറ്റുമായി നിറഞ്ഞിരിക്കുന്ന ചെളിയിൽ പലരും കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. രക്ഷാപ്രവർത്തകർ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്താൻ ശ്രമിച്ചെങ്കിലും കനത്ത മഴയും ചെളിയും ദൗത്യത്തിന് തടസ്സമായി. വീടിനുള്ളിൽ ഇരിക്കുന്ന നിലയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടും കോൺക്രീറ്റ് പൊളിച്ച് അകത്തു കയറാൻ കഴിയാനാവാത്ത അവസ്ഥയുണ്ടായി. കട്ടറും ഹാമറും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിച്ച ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. മണ്ണുമാന്തി യന്ത്രങ്ങളില്ലാത്തതിനാൽ സേനാംഗങ്ങൾ പ്രയാസപ്പെട്ടാണ് ഉച്ചവരെ തിരച്ചിൽ നടത്തിയത്. പലയിടത്തും കിണറുകളും സെപ്റ്റിക് ടാങ്കുകളും ഉള്ളതിനാൽ തിരച്ചിൽ അതിവേഗത്തിൽ നടത്താൻ സാധിച്ചില്ല. ഉച്ചയ്ക്ക് 2ഓടെയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് ആദ്യത്തെ മണ്ണുമാന്തി യന്ത്രം എത്തിയത്. റോഡിലുള്ള പാറക്കല്ലുകളും ചെളിയും നീക്കിയ ശേഷമാണ് മുണ്ടക്കയിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിയത്. 3:30-ഓടെ രണ്ടാമത്തെ മണ്ണുമാന്തിയും എത്തിച്ചു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഇന്ന് രാവിലെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്താനാകും. തോരാതെ പെയ്യുന്ന കനത്ത മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5ഓടെ കനത്ത മഴയിൽ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. താൽക്കാലിക പാലം മുങ്ങി. രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമടക്കം മറുകരയിൽ കുടുങ്ങി. സാഹസികമായാണ് ഇവരെ മറുകരയിലെത്തിച്ചത്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.